നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താൻ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് മരണാനന്തര ചടങ്ങുകളൊന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തി മരണശേഷം അത്തരത്തിൽ ഒരു മതപരമായിട്ടുള്ള ചടങ്ങുകളും നടത്താതെ ഔദ്യോഗികമായിട്ടുള്ള ചില പ്രോസസ്സ് മാത്രം നടത്തിക്കൊണ്ട് സംസ്കാരം നടത്തിയിട്ടുള്ള വ്യക്തി. അതാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള സലീം കുമാറിൻ്റെ ഒരു മരണശേഷമുള്ള വാർത്തകൾ. പക്ഷേ അത്തരത്തിൽ ആ മരണാനന്തര ചടങ്ങുകൾ പോലും നിഷേധിച്ച സലീം കുമാറിന് ഇപ്പോൾ സമാധാനമുണ്ടോ, മനസമാധാനം കിട്ടുന്നുണ്ടോ, ശാന്തി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ജീവനോടെ ഇരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഇത്തരത്തിൽ വേട്ടയാടപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ ഒരു സ്മാരകം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പലരും ശപിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പണം എടുത്തുകൊണ്ടൊരു ഒരു സ്മാരകം പണിയുന്നത്, അതും ഇത്തരത്തിൽ ഒരു സ്മാരകം പണിയുന്നത് എന്തിനാണ് എന്നതടക്കമുള്ള ചർച്ചകൾ ശക്തമാകുന്നതോടുകൂടെ ഈ പറയുന്നത് പോലെ മരണശേഷം അദ്ദേഹത്തിന്റെ മനസമാധാനം നഷ്ടപ്പെട്ടോ എന്നുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. എന്തായാലും നടൻ സലീം കുമാറിന് ഒരു സ്മാരകം പണിയുക എന്ന് പറയുന്ന വിഷയം, കോടിക്കണക്കിന് രൂപ ചിലവിട്ടുകൊണ്ട് അത്തരമൊരു സ്മാരകത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്നത് പോലെ മാമുക്കോയുടെ മകനടക്കം രംഗത്ത് വന്നിരിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. നടൻ സലീം കുമാറിന് എറണാകുളത്തെ സ്മാരകം പണിയുന്നു എന്നുള്ള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് വിഷയത്തിൽ നികുതി പണം ഉപയോഗിക്കുന്നതിൽ യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാമുക്കോയുടെ മകനായ നിസാർ മാമുക്കോയ രംഗത്തെത്തിയിരിക്കുന്നത്. KPCCയോ സിനിമാ സംഘടനകളോ ആണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതെന്നും പൊതുജനങ്ങളുടെ പണം വിനിയോഗിച്ചായിരിക്കരുത് ഇത്തരമൊരു സ്മാരകം പണിയേണ്ടുന്നത് എന്നുമാണ് നിസാറിന്റെ അഭിപ്രായം. തന്റെ പിതാവിന് സ്മാരകം പണിയുമെന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല എന്നും നിസാർ ചൂണ്ടിക്കാണിച്ചു. CMP നേതാവ് വിജയ് കൃഷ്ണനും കോഴിക്കോട് ഡെപ്യൂട്ടി മേയറായിരുന്ന മുസാഫിയറും എല്ലാം ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ പ്രമുഖ സാഹിത്യ കലാകാരന്മാരായി അടുത്ത സൗഹൃദമുള്ള വ്യക്തിയായ പിതാവിന് അത്തരമൊരു സ്മാരകം ഉണ്ടായിട്ടില്ല. പരന്ന വായനയുള്ള വ്യക്തിയായിരുന്നു മാമുക്കോയ. 14 ജില്ലകളിലും ഉപ്പയുടെ പേരിൽ ലൈബ്രറി വന്നാൽ നന്നാകുമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും നിസാർ ഇതേ സമയത്ത് ചൂണ്ടിക്കാണിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാമുക്കോയ സജീവമായ കാര്യം നമുക്കൊക്കെ അറിയാം. വെറുമൊരു കലാകാരനോ സിനിമാ അഭിനേതാവോ മാത്രമായിരുന്നില്ല തന്റെ പിതാവ്. മൊബൈലിൽ 10 മിനിറ്റ് നോക്കിയിരിക്കുന്നവർക്ക് പിതാവിനെ ഒരു റീലെങ്കിലും കാണാൻ സാധിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെയൊരു നടൻ ലോകത്തിലില്ല. സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരുമാണ് സ്മാരകം പണിയേണ്ടുന്നത്, നമ്മൾ ആവശ്യപ്പെട്ട് ചെയ്യേണ്ടതല്ല എന്നും നിസാർ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചു. സലീം കുമാർ വലിയ നടൻ തന്നെയാണ്, അദ്ദേഹത്തിനെ ആദരിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് KPCCയോ സിനിമാ സംഘടനയോ ആണ് ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച് പണം കണ്ടെത്തുന്നത്. അതല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലൈബ്രറിയെയോ മറ്റ് സ്ഥാപനങ്ങളെയോ സ്ഥാപിക്കേണ്ടതിന് പകരം ഇങ്ങനെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്മാരകം പണിയുന്നതിൽ യോജിപ്പില്ല. മന്ത്രി ഈ കാര്യം പ്രഖ്യാപിച്ചത് നടപ്പാക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല. അക്കാര്യത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കമന്റിനൊപ്പമാണ് താനും എന്നാണ് നിസാർ മാമുക്കോയയുടെ അഭിപ്രായം. സലീം കുമാറിന് സ്മാരകം പണിയാൻ 1 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത്. സലീം കുമാർ കോൺഗ്രസുകാരനായിരുന്നു, തന്റെ പിതാവും കോൺഗ്രസുകാരനാണ്. എന്നിട്ടും പിതാവിന് സ്മാരകം പണിയാൻ ആരും മുൻകൈ എടുത്തിട്ടില്ല എന്നും നിസാർ ചൂണ്ടിക്കാണിച്ചു. ഇത്തരം ആദരവ് നൽകുന്നു എങ്കിൽ എല്ലാവർക്കും ലഭിക്കണമെന്നും നിസാർ ചൂണ്ടിക്കാണിക്കുന്നു. പിതാവിന് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല. പെരുമഴക്കാലം എന്ന സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിക്കുമായിരുന്ന സമയം, എന്നാൽ അന്ന് തന്നെ വന്ന് കാണണം എന്നാണ് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിരുന്നത്. ആരുടെയും കാല് പിടിച്ചുകൊണ്ട് തനിക്ക് വേണ്ട എന്ന നിലപാടിലായിരുന്നു പിതാവ്. അതോടെ ആ വർഷം ജൂറി പരാമർശം മാത്രമായി പിതാവിന്റെ ബഹുമതി ഒതുക്കപ്പെട്ടു എന്നും നിസാർ ചൂണ്ടിക്കാണിച്ചു. അതേസമയം നിയമസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സലീം കുമാറിനായിട്ട് സ്മാരകം പണിയാൻ 1 കോടി രൂപ എന്ന് പറഞ്ഞ ആ നിമിഷം തുടങ്ങി സലീം കുമാറിനെ അടക്കം പ്രാകുകയും അല്ലെങ്കിൽ സലീം കുമാറിനെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ള വിവാദങ്ങളുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഈ വിഷയത്തിലുണ്ട്. അന്തരിച്ച നടൻ സലീം കുമാറിന് സ്മാരകം എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണത്തിലായിരുന്നു ഈ പ്രഖ്യാപനം. എറണാകുളം ജില്ലയിലായിരിക്കും
സ്മാരകം നിർമ്മിക്കുക. ഇതിനായി ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയെന്നും ജൂൺ 6-ന് സലീം കുമാർ അന്തരിച്ചു എന്നുമൊക്കെ വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ സിനിമ, സംഗീത, ഗവേഷണം, വയോജന ക്ഷേമം എന്നിവർക്കായി കോടികളുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. കൊച്ചിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഫിലിം സിറ്റി സ്ഥാപിക്കാൻ ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയിരുന്നു. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനായി 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇവിടെ ജെൻസി കുട്ടികൾക്കടക്കം തങ്ങളുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രത്യേക അവസരവും വേദിയൊരുക്കും എന്നായിരുന്നു പറഞ്ഞത്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയേലിന്റെ സ്മരണാർത്ഥം ചിത്രനഗരം പദ്ധതി നടപ്പിലാക്കുമെന്നും അറിയിച്ചിരുന്നു. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ഓർമ്മയ്ക്ക് തൃശൂരിൽ അത്യാധുനിക മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്നാൽ ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള മറ്റു പല സുപ്രധാനപ്പെട്ട വിഷയങ്ങളും കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തുക വെച്ചുകൊണ്ട് ഒരു സ്മാരകം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സലീം കുമാറിനെതിരെ അടക്കമുണ്ടാകുന്ന വിമർശനങ്ങൾ. സലീം കുമാറിനെതിരെയല്ല, മറിച്ച് സലീം കുമാറിന് വേണ്ടി ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയ സർക്കാരിനെതിരെയാണ് വിമർശനം. എന്തായാലും ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ശക്തമാണെങ്കിലും ഇതിനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. അന്തരിച്ച നടൻ സലീം കുമാറിന്റെ ഓർമ്മയ്ക്കായി സ്മാരകം നിർമ്മിക്കുന്നുവെന്ന് ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതിനോട് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് അത് നല്ല കാര്യമാണെന്നും അതുപോലെ അർഹിക്കപ്പെട്ട ഒരുപാട് കലാകാരന്മാർ ഇവിടെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സംവിധായകനായിട്ടുള്ള കമൽ രംഗത്തെത്തിയത്.